വാട്ട് ഈസ് അപ്പ് ഗായ്സ്, ദിസ് ഇസ് ജോസ് ഡൊമിനിക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എ ഐയുടെ ഇമ്പാക്റ്റ് ആണ് നമ്മുടെ കരിയറിന്. നമുക്കറിയാം, എല്ലായിടത്തും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വാക്കാണ് കേൾക്കുന്നത്. എ ഐ ഹാസ് ബിക്കം ഓൾമോസ്റ്റ് ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എ ഐക്ക് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റും. വീഡിയോസ് ജനറേറ്റ് ചെയ്യാം, ഇമേജസ് ജനറേറ്റ് ചെയ്യാം, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പേടി പരക്കുന്നുണ്ട്, അതായത് എ ഐ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജോലി പോവുമോ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും, അതായത് എന്താണ് നമുക്ക് ആസ് എ ഡെവലപ്പർ, ആസ് എൻ എഞ്ചിനീയർ ചെയ്യാൻ പറ്റുക ടു എ ഐ പ്രൂഫ് അവർ കരിയർ, എന്തൊക്കെ പഠിച്ചാലാണ്, എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ഇയേഴ്സിൽ വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് എയുടെ കറണ്ട് സ്റ്റേറ്റ്, ഇപ്പോൾ എക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള ബെസ്റ്റ് മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ ChatGPT 5.2, അതുപോലെ നമ്മുടെ ക്ലോഡ് സോണറ്റ് 4.6, അതുപോലെ ക്ലോഡ് ഓപ്പസ്, ഇങ്ങനെയുള്ള മോഡൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മുടെ ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി, അതായത് ക്ലോഡ് മോഡലിൻ്റെ പേരൻറ്റ് കമ്പനി, ക്ലോഡ് കോവർക്ക് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിന് എൻഡ് ടു എൻഡ് ഡെവലപ്മെൻറ്റ് ടാസ്ക്, നമ്മളൊരു ടാസ്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് ഫുൾ വർക്ക് അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ന്യൂസിൽ കണ്ടാണ്, വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് പോസിബിൾ റൈറ്റ് നൗ. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ പണ്ടത്തെ പോലെ ഇനി ലൈൻ ബൈ ലൈൻ കോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫുൾ വെബ്സൈറ്റൊക്കെ എക്ക് ഇപ്പം ഒറ്റയടിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് കറണ്ട് സ്റ്റേറ്റ്. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വേണ്ടതെന്ന് കറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എ ഐ ആ സംഭവം അതുപോലെ വർക്കിംഗ് ആയിട്ട് ചെയ്തു തരാനുള്ള കേപ്പബിലിറ്റി ഇന്നത്തെ എ ഐ മോഡൽസിന് ഉണ്ട്. അപ്പോൾ ഇതാണ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് എ ഐ, അല്ലെങ്കിൽ കറണ്ട് കേപ്പബിലിറ്റി ഓഫ് എ ഐ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ എന്താണ് ഈ നമ്മുടെ ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഈ എ ഐയുടെ ഇമ്പാക്റ്റ്? ഇപ്പോൾ കറണ്ട് ഞാൻ കണ്ടതനുസരിച്ചെന്ന് പറയുന്നത്, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും നമ്മുടെ കോപ്പൈലറ്റ് പോലുള്ള എ ഐ അസിസ്റ്റൻസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കറണ്ട്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ അല്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ലൈൻ ബൈ ലൈൻ ഇരുന്ന് എഴുതണം. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോഡ്സിനെ പറ്റി എടുത്ത് പേസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് കുറേ ടൈം എടുത്ത് നമ്മൾ ലൈൻ ബൈ ലൈൻ ചെയ്തായിരിക്കും. ഒരു UI ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കുറേ ടൈം പിടിക്കും. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. എന്താണ് വേണ്ടത് നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് ഈ എ ഐ മോഡലിൽ, കോപ്പൈലറ്റ് ആയാലും ഏത് മോഡലായാലും നമ്മൾ ജസ്റ്റ് അതിന് നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും ഓൾമോസ്റ്റ് എല്ലാ കേസിലും. പ്രത്യേകിച്ച് UI ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ബാക്ക് എൻഡ് ആയാലും നമ്മൾ എന്താണ് വേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന് ചെയ്യുന്ന സാധനം നമുക്ക് ഒരു വർക്കിംഗ് മോഡൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് ഇന്നത്തെ സ്റ്റേറ്റിൽ കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് എല്ലാ കമ്പനീസും ഇത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യാൻ, ഈ എ ഐ മോഡൽസ്, എ ഐ അസിസ്റ്റൻസ് കോഡിംഗ് വർക്ക് ഫ്ലോയിലേക്ക് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബിഹൈൻഡ് ആയി പോകുന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പഠിക്കുക. കാരണം എല്ലാ കമ്പനീസും ഇത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പഴയ പോലെയല്ല, ഡെവലപ്മെൻറ്റ് ഭയങ്കര സ്പീഡായി പണ്ടത്തെക്കാലം ഈ എ ഐയുടെ ഇമ്പാക്റ്റ് കാരണം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എ ഐ പ്രൂഫ് ചെയ്യാൻ നമ്മുടെ കരിയറിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കാരണം ഇനി അങ്ങോട്ട് വരുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പഴയതുപോലെ ആയിരിക്കില്ല. പണ്ടത്തെ പോലെ ജൂനിയർ റോൾസ് ഒന്നും നമുക്കധികം ആവശ്യം വരില്ല. കാരണം ചെറിയൊരു വെബ് കമ്പോണൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു UI ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയൊരു ബാക്ക് എൻഡ് സർവീസ് ഡെവലപ്പ് ചെയ്യാനൊന്നും ഇപ്പോൾ ഒരാളുടെ അവേഴ്സ് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒരു സീനിയർ എഞ്ചിനീയറിന് തന്നെ ജസ്റ്റ് ഒരു നല്ല പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടും. പക്ഷേ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് സാധനം തരും, പക്ഷേ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് പോലെ ഇരിക്കും, കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ ക്ലാരിറ്റി പോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം ക്ലാരിറ്റിയോടെയാണ് നമ്മളത് എന്താണ് വേണ്ടതെന്ന് എയോട് പറയുന്നത്, അതുപോലെ തരുള്ളൂ. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തരുന്ന ആ ഔട്ട്പുട്ടിനും കോഡ് അല്ലെങ്കിൽ ആ വർക്കിംഗ് കമ്പോണൻറ്റിൻ്റെ ഔട്ട്പുട്ടിനും പ്രശ്നങ്ങളുണ്ടാവും, പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ, അതിനുള്ള നോളജ് നമുക്കുണ്ടെങ്കിൽ എന്താണിത് തരുന്നത് എന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ, അത് ശരിയാണോ, അതിൻ്റെ പെർഫോമൻസ് കറക്റ്റ് രീതിയിലാണോ ചെയ്തിരിക്കുന്നത്, സെക്യൂരിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയൊരു ബഗ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും അത് കമ്പനിക്ക് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ എ ഐ തരുന്ന ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവരെയും കൊണ്ടും പറ്റില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ജസ്റ്റ് ഒരു സാധനം നമ്മൾ വർക്കിംഗ് ആക്കാൻ എടുക്കാനുള്ള സ്കില്ലുകൊണ്ട് ഇനി ഇങ്ങോട്ട് കാര്യം ഉണ്ടാവില്ല. ഡീപ്പ് നോളജ് വേണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ലൈൻ കോഡും എന്താണ് ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടോ, അതിൻ്റെ ഡിസൈൻ കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കായിരിക്കും ഇനിയുള്ള ടൈമിൽ വാല്യൂ വരിക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിക്കുക, പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് തൊട്ട് തുടങ്ങുക. എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്റ്റാക്ക് ഏതാണോ ആ ലാംഗ്വേജിൻ്റെ റൺ ടൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ ഫംഗ്ഷൻസും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നല്ല
ഡീപ്പ് നോളജ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വാല്യൂ കൂടും. കാരണം വെറുതെ ഒരു വർക്കിംഗ് സാധനം ഇനിയുള്ള കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റ് പെർഫോമൻസ് നന്നായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ഡിസൈനിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറവായിരിക്കും. കാരണം അത് ഫണ്ടമെൻ്റൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫണ്ടമെൻറ്റൽസ് പഠിക്കുക, നെറ്റ്വർക്കിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് പഠിക്കുക, HTTP ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കുക, നെറ്റ്വർക്കിംഗ് ലേയേഴ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് പഠിക്കുക. പിന്നെ എന്താണ്? സിസ്റ്റം ഡിസൈൻ പഠിക്കുക. അതായത് നമ്മൾ വലിയ വലിയ സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോൾ മില്യൺസ് ഓഫ് യൂസേഴ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് വരുന്ന കേസിലൊക്കെ ആണ് സിസ്റ്റം ഡിസൈൻ. ബിഗ് സിസ്റ്റംസ് എങ്ങനെയാണ് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു റോബസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ടോപ്പിക്കാണ് സിസ്റ്റം ഡിസൈൻ. നിങ്ങളത് വെബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈ ലെവൽ ഡിസൈൻ, ലോ ലെവൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ നോളജൊക്കെ ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതായത് ചെറിയ സാധനം ആർക്കും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഹൈ സ്കെയിലിൽ ഒരു സാധനം ബിൽഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കായിരിക്കും ഇനി അങ്ങോട്ട് കമ്പനീസ് കൂടുതലും വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ സിസ്റ്റം ഡിസൈൻ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. പിന്നെയുള്ളത് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. അതായത് ചില പ്രോബ്ലംസ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ളത്. ഫോർ ഡൊമൈൻ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫീൽഡാണ്. അതുപോലെ ഏത് എഞ്ചിനീയറിംഗിൻ്റെ ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതാണ് ഡൊമൈൻ. അപ്പോൾ ആ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ കോഡ് ബേസിലുള്ള ഒരു സ്പെസിഫിക് പ്രോബ്ലം, ഒരു കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ടാവില്ല, ഒരു ബഗ്ഗോ, അത് എക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എക്ക് ആ കോൺടാക്ട്സ് ഇല്ല. അപ്പം അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ലീഡ് കോഡ് പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ തിങ്കിങ് സ്കില്ല് പോകാണ്ടിരിക്കും. കാരണം എപ്പോഴും ഇങ്ങനെ തരുന്നത് യൂസ് ചെയ്ത് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒന്നും ചിന്തിക്കാണ്ടായി പോകും, നമ്മൾ പണ്ടന്മാരായി പോകും. പിന്നെ നമുക്ക് എ നമ്മൾ ഡിപ്പെൻഡ് ആവും. അതായത് ഒരു അസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഫുള്ളി അതിനെ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തിക്കുന്ന കേപ്പബിലിറ്റി ഫുള്ള് പോകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഷാർപ്പായിട്ട് വെക്കുക. സോ ലീഡ് കോഡ് അതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം, കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെൻറ്റൽസ് നോളജ് ഉണ്ടാക്കുക, സിസ്റ്റം ഡിസൈൻ പഠിക്കുക, അതുപോലെ ലീഡ് കോഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയുള്ളതെന്ന് പറയുന്നത്, എക്ക് ഉടനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് പറ്റുന്നുള്ളൂ. കാരണം പീപ്പിൾ സ്കിൽസ്, അതായത് ഹ്യൂമൻ ഇൻറ്റ്യൂഷൻ എന്നുള്ളൊരു സാധനം ഉടനെ ഒന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എത്തുമായിരിക്കും, മേ ബി ആം റോങ്, ബട്ട് ഫ്രം മൈ നോളജ് ഐ ഡോണ്ട് തിങ്ക് സോ. അതായത് ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള സ്കില്ല്, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യണം. ഡെഡ് ലൈൻസും കാര്യങ്ങളും പ്രൊജക്റ്റ് ചെയ്തെന്ന് ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ആൾക്കാരെ മാനേജ് ചെയ്യുക. അപ്പോൾ ആ പീപ്പിൾ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ആൾക്കാരെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. പീപ്പിൾ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ആ ഒരു കോർഡിനേഷൻ ലെവലിൽ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ലെവൽ, അതൊന്നും ഉടനെ എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? പ്രൂഫ് ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ ഒന്നുകൂടെ ഞാൻ റീക്യാപ്പ് ചെയ്യാം. പ്രൂഫ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെൻറ്റൽസ്, സിസ്റ്റം ഡിസൈൻ, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഷാർപ്പായിട്ട് വെക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, എയുടെ തന്നെ നോളജ്, എങ്ങനെയാണ് മോഡൽസ് വർക്ക് ചെയ്യുക. പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പറഞ്ഞ പരിപാടിയുണ്ട്. എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പ്രോംപ്റ്റ്സ് കൊടുക്കുക, മോഡൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ എനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, കേപ്പബിലിറ്റീസ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ബാക്ക് ആൻഡ് സർവീസിലേക്ക് അല്ലെങ്കിൽ UIയിലേക്ക് എങ്ങനെ കേപ്പബിലിറ്റീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഓൺലൈൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു. കാരണം എല്ലാ കമ്പനീസും ഇനി പൊതുവെ കേപ്പബിലിറ്റീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും അവരുടെ പ്രോഡക്റ്റിലേക്ക്. ഓൾറെഡി തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സിനെ ആവശ്യം വരും, എഞ്ചിനീയേഴ്സിനെ. അപ്പം മോഡൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുക. ഓൺലൈൻ വരെ നിങ്ങളൊരു ഡമ്മി ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു തോട്ടിൽ നിന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും ശരിയാവണമെന്നില്ല, പക്ഷേ ഇപ്പോൾ ഇത്ര നാൾ ഞാൻ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് എന്നും ഡിമാൻഡ് ഇനി കൂടത്തേ ഉള്ളൂ. അതാണ് ഫോർകാസ്റ്റും പറയുന്നത്. കാരണം എഞ്ചിനീയറിംഗ് ജോബ്സ് വരുമെന്നാണ്, കൂടും എന്നാണുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഫോർകാസ്റ്റുകളും ഒക്കെ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കിൽസ് ഷാർപ്പായിട്ട് വെക്കുക, കാലത്തിനൊത്ത് നീങ്ങുക. അതായത് അടുത്തൊരു റെവല്യൂഷൻ ആയിരിക്കും റെവല്യൂഷൻ. അപ്പോൾ ഇല്ലാത്തൊരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. യൂസ് ചെയ്യാൻ പഠിക്കുക, അത് വെച്ച് സ്വന്തം കഴിവുകൾ ഓഗ്മെൻറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ വരെ, സീ യു.